Akila, welcome back to Crazy Beats Boutique. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ഫ്രോക്ക് നൈറ്റി വീഡിയോ ആണ് കേട്ടോ. കുറച്ചധികം കളക്ഷൻസ് തന്നെ നമ്മൾ ഫ്രോക്ക് നൈറ്റിയിൽ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ഫ്രോക്ക് നൈറ്റി ചെയ്തിട്ടും കുറച്ച് നാളായി. കുറേ പേരെ ഇങ്ങനെ ഫ്രോക്ക് നൈറ്റിക്ക് വേണ്ടിയിട്ട് എൻക്വയറീസ് ഇടുന്നു, ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റി ഒക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളിലാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ചധികം ഫ്രോക്ക് നൈറ്റി കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അതെല്ലാം കൂടെ ഒരു ജഗപുക വീഡിയോ അങ്ങോട്ടേക്ക് ഇട്ടേക്കാന്ന്. അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഇതിൽ ഏത് പിക്ക് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷൻ ആവട്ടെ. എല്ലാം ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാം നല്ല അടിപൊളി കോട്ടൺ ഫാബ്രിക് ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫ്രോക്ക് നൈറ്റി മേടിച്ചിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ക്വാളിറ്റി. അടിപൊളി ക്വാളിറ്റിയിലുള്ള ഫ്രോക്ക് നൈറ്റീസ് ആണ് കേട്ടോ. എല്ലാം വാഷ് ചെയ്താലൊന്നും കളറൊന്നും പോകത്തില്ല. ഓൾറെഡി മേടിച്ചിട്ടുള്ളവർ വീണ്ടും വന്ന് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അറിയാമല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ സൈസ് ചാർട്ട് ഒരു പ്രത്യേക സൈസ് ചാർട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഞാൻ മീഡിയം സൈസ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാനിത് ഇട്ട് കഴിഞ്ഞാലും അടിപൊളി ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ലേ, ഷോൾഡറൊന്നും ഇറങ്ങാതെ സൂപ്പർബായിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ XXL സൈസിലുള്ള ഒരാൾ ഇതിട്ട് കഴിഞ്ഞാലും ഓക്കെ ആയിരിക്കും. അപ്പോൾ ചെറിയ സൈസുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ലീവൊക്കെ വരുന്ന പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ സ്ലീവ് മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൽ പ്രോബ്ലം ഒന്നും വരില്ല, ബെൽറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് ഓക്കെ ആയിരിക്കും. സ്ലീവ് വേണമെങ്കിൽ മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെറിയ സൈസുകാർക്ക് വേണമെങ്കിൽ. ഇപ്പോൾ വീട്ടിലിടാനാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇടാൻ സ്ലീവ് ഒന്നും ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ പെർഫെക്റ്റ് ഫിറ്റിങ്ങിലൊക്കെ ഇടുന്നവരുണ്ടാവില്ല. അപ്പോൾ അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്ലീവ് മാത്രം ഒന്ന് ഓൾട്ടർ ചെയ്ത് കൊടുത്താൽ മതി, ഷോൾഡർ ഒന്നും ഇറങ്ങത്തില്ല കേട്ടോ. അപ്പോൾ സൈസിൻ്റെ ഒരു പ്രശ്നമേ വരില്ല. ഫ്രീ സൈസാണ്. മീഡിയം, ലാർജ്, XL, XXL സൈസുകാർക്ക് ഉപയോഗിക്കാം. ആൻഡ് നിങ്ങൾ ഏത് കളർ ചൂസ് ചെയ്യണം എന്നുള്ള ആ ഒരു ടാസ്ക് മാത്രം കറക്റ്റായിട്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ടേക്ക് ഇട്ട് തന്നാൽ മതി. വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കില്ല, വാട്സപ്പ് ത്രൂ ഉള്ള ഓർഡേഴ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ എത്രയും വേഗം തന്നെ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. 2 വാട്സപ്പ് നമ്പേഴ്സ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അതിൽ മാത്രം എൻക്വയറി ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി പറഞ്ഞു വലുതാക്കുന്നില്ല, നമ്മുടെ കളക്ഷൻസിലേക്ക്. അപ്പോൾ നമ്മുടെ വെരി ഫസ്റ്റ് കളക്ഷൻ നമ്മുടെ സീബ്ര പ്രിന്റിൽ വന്നിട്ടുള്ള ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഫീഡിങ് ആയിട്ടുള്ളവർക്കും നോൺ ഫീഡിങ് ആയിട്ടുള്ളവർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷൻസ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ഈ സീബ്ര പ്രിന്റിൽ വന്നിട്ടുള്ള ഈ ഒരു ഫ്രോക്ക് നൈറ്റിയും പിന്നെ ഒരു ഫ്രോക്ക് നൈറ്റിയും കൂടി ഉണ്ട്. അതിലും സെൻറ്റർ സിപ്പ് വരുന്നത്. അപ്പോൾ ഫീഡിങ് ആയിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ഒരേപോലെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോൺ ഫീഡിങ് കാറ്റഗറിയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇത് സെൻറ്ററിൽ സിബ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത്. യോക്കിൽ ഇതാ ഇങ്ങനെ ഒരു പാച്ച്, ഒരു ചെറിയൊരു എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെറിയ ചെറിയ കടുങ്ങുമണികൾ ഇങ്ങനെ വെതറിയ പോലത്തെ ഒരു പ്രിൻ്റാണ് യോക്കിൽ വന്നിട്ടുള്ളത്. ആൻഡ് ബോഡി പോർഷനിൽ സീബ്ര പ്രിൻ്റാണ്. 7 ഇഞ്ചിൽ വരുന്ന സ്ലീവാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അത് അറ്റാച്ച് ചെയ്യാം കേട്ടോ. വേണ്ടവർക്ക് അതെടുത്ത് അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. എല്ലാത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് 46 ഇഞ്ച് ലെങ്ത്തിലായിരിക്കും വരുന്നത്. ഇനി ഫ്രോക്ക് നൈറ്റിക്ക് ലൈനിങ് ഉണ്ടോ എന്ന് ചോദിച്ച് കുറേ പേര് വരുന്നുണ്ട്. നൈറ്റിക്കൊക്കെ ലൈനിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് അങ്ങനത്തെ നൈറ്റിലൊക്കെ ലൈനിങ് വെച്ച് ചെയ്യായിരിക്കും. പക്ഷേ നമ്മുടെ ഫ്രോക്ക് നൈറ്റിക്ക് ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അത്രയും കംഫർട്ടബിൾ ആണ്. നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് വീട്ടിലിട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന, നല്ല വീട്ടിൽ മാത്രമല്ല കേട്ടോ, അത്യാവശ്യം പുറത്തേക്ക് പോകുമ്പോഴും ഇടാൻ പറ്റുന്ന രീതിയിലുള്ള പാറ്റേൺസ് ആണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റീസ് വരുന്നത്. ആൻഡ് ഏതെടുത്താലും 399 ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടേക്കുന്ന ഏതെടുത്താലും 399 മാത്രമാണ്. സിംഗിൾ പീസ് പർച്ചേസ് ആകുമ്പോൾ എക്സ്ട്രാ 50 റുപ്പീസ് വരും. ആൻഡ് മോർ ദാൻ 1, അതായത് ഒന്നിൽ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓൾ ഇന്ത്യ ഡോർ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സീബ്ര പ്രിന്റ് ഫ്രോക്ക് നൈറ്റി. കണ്ടല്ലോ, സെൻറ്ററിൽ സിബ് ഉണ്ട്, ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ. ജസ്റ്റ് 399 ഓൺലി. ഫ്രീ സൈസാണ് അടുത്ത ഐറ്റം. സോ നമ്മുടെ നെക്സ്റ്റ് ഫ്രോക്ക് നൈറ്റി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു പീറ്റർ പാൻ കോളറിൻ്റെ ഫ്രോക്ക് നൈറ്റി നമ്മൾ ഇതിന് മുന്നേ എത്ര തവണ ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? പല പ്രിൻറ്റിൽ, പല കളറുകളിൽ, സിബ് വെച്ചിട്ടും സിബ് വെക്കാതെയും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എപ്പോൾ കൊടുത്താലും ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാതെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു പീറ്റർ പാൻ കോളർ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതാ ഞാൻ പറഞ്ഞ സ്ലീവ് ചെറിയ സൈസുകാർക്ക് കുറച്ച് ലൂസ് ഉണ്ടായിരിക്കും, അതൊന്ന് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാന്നുള്ളത്. അല്ല നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് ഇടാനാണെന്നുണ്ടെങ്കിൽ വലിയ ബോറൊന്നും ഇല്ല. പക്ഷേ കറക്റ്റ് ഫിറ്റിങ്ങിൽ ഇടണം എന്നുള്ളവർക്ക് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് ഇതാ കറക്റ്റ് ഫിറ്റിങ്ങിൽ ഇടാവുന്നതാണ്. അല്ലാതെ വേറെ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ മാത്രം, കളർ ഇതാണ് വന്നിട്ടുള്ളത്, ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഈ പീറ്റർ പാൻ കോളർ നമ്മൾ ഹെക്കോബ കോട്ടണിലാട്ടോ ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ഹെക്കോബയിലാണ് ചെയ്തേക്കുന്നത്. വെറുതെ ഒരു കഷ്ണം ബ്ലാക്ക് തുണി വെച്ചിട്ട് ചെയ്തേക്കുന്നതല്ല, നല്ല ഹെക്കോബ കോട്ടണിലാണ് പീറ്റർ പാൻ കോളർ വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രിൻറ്റുകൾ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. കളർ കോമ്പിനേഷൻ സെയിം തന്നെ ആയിരിക്കും. താഴെ എക്സ്ട്രാ റഫിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെയിം 46 ഇഞ്ചസ് ലെങ്ത്തിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഭയങ്കര രസമാണ്. ഫസ്റ്റ് പ്രിൻറ്റ് വരുന്നത് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് ആദ്യത്തെ പ്രിൻറ്റ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ള ബാക്കി പ്രിൻറ്റുകൾ കാണാം കേട്ടോ. ഇങ്ങനെ ഒരു വള്ളിപ്പടർപ്പ് പോലത്തെ ഒരു പ്രിൻ്റാണ്. ക്ലോസർ വ്യൂ നോക്കിക്കാൻ നിങ്ങൾക്ക് ഏത് പ്രിൻറ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം കേട്ടോ. ഒരു ലീഫ് വൈൻ പോലത്തെ പ്രിൻ്റാണ്. എല്ലാ ഫ്രോക്ക് നൈറ്റിലും, നമ്മളിന്ന് കാണിക്കുന്ന എല്ലാ ഫ്രോക്ക് നൈറ്റിലും ഇതുപോലെ ബെൽറ്റ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് വേസ്റ്റ് ഷേപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ചെറിയ സൈസുകാർ മാത്രം, XL, XXLകാർക്കും ഒക്കെ ഈ ഒരു സ്ലീവ് ഓക്കെ ആയിരിക്കും. മീഡിയം, ലാർജുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ.
ഇതാണ് സെക്കൻഡ് പ്രിൻറ്റ് വരുന്നത്. നെക്സ്റ്റ് പ്രിൻറ്റ് ചെറിയൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് കേട്ടോ. ഏതെടുത്താലും ഓക്കെയാണ്, നല്ല ഭംഗിയാണ് ഏതെടുത്തു കഴിഞ്ഞാലും. ചെറിയൊരു പൂക്കളുടെ പ്രിൻ്റാണ്. സോ നിങ്ങൾക്ക് വേണ്ട പ്രിൻറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാം. അടുത്ത പ്രിൻറ്റ് വരുന്നത് ചെറിയ ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നൊരു പ്രിൻ്റാണ്. എല്ലാത്തിനും 399 ആണ് കേട്ടോ. ഇതിൽ ഏതെടുത്താലും 399 ആണ്. ഒരു പീസായിട്ട് മാത്രം പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ 50 വരുന്നേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരെണ്ണം മാത്രം നിർത്താൻ പറ്റില്ല. എങ്ങനെ പോയാലും 2-3 പർച്ചേസ് ചെയ്ത് പോകും. അത്രയും വെറൈറ്റീസ് ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. ഇതാണ് ഫൈനൽ പ്രിൻറ്റ്. ഇത് നമുക്ക് ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ പോലെയൊക്കെ തോന്നും കേട്ടോ. സ്ട്രൈപ്സ് അല്ല ആക്ച്വലി. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഫ്രോക്ക് നൈറ്റി 3/4 സ്ലീവ് വരുന്ന ഫ്രോക്ക് നൈറ്റി ആണ് കേട്ടോ. 3/4 സ്ലീവ് വരുന്ന ഫ്രോക്ക് നൈറ്റി കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ പൊന്നൂസ് ഹോം മെയ്ഡ് ഹെയർ ഓയിലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ തന്നെ വീട്ടിൽ കാച്ചി ഉണ്ടാക്കുന്ന നാടൻ കാച്ചിൻ്റെയാണ്. ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത്. ഇത് 200 ml ബോട്ടിലാണ്. 100 ml തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ കുറേ പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ അറിവിലേക്കും കൂടിയാണ് കേട്ടോ. ഓൾറെഡി നമ്മുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഹെർബ്സ്, അതായത് പച്ചമരുന്നുകളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാട്ടോ നമ്മൾ വളർത്തി ഉണ്ടാക്കുന്നത്. നാടൻ കറ്റാർവാഴ, നാടൻ ചെമ്പരത്തി, ആര്യവേപ്പ്, കറിവേപ്പ്, മൈലാഞ്ചി, പനിക്കൂർക്ക, കഞ്ഞുണ്ണി, തുളസി, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തി ഉണ്ടാക്കുന്നുണ്ട് എണ്ണ കാച്ചാൻ ആവശ്യമായിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നത് പച്ചക്കർപ്പൂരം, കരിഞ്ജീരകം, ഉള്ളി, നെല്ലിക്ക, ഇതൊക്കെയാണ് കേട്ടോ. വേറെ പ്രിസർവേറ്റീവ്സോ കെമിക്കൽസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിലെ കാച്ചെണ്ണ നമ്മൾ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ വർക്കിംഗ് വിമൻ ഒക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ സമയമില്ലാത്തവർ, എണ്ണ കാച്ചാനായിട്ട് അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരുപാട് റീപർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉള്ളൊരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നൂസ് ഹോം മെയ്ഡ് ഹെയർ ഓയിലിൻ്റെ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ റിവ്യൂസ്. ബാക്കിയുള്ളവരും കൂടെ ഒന്ന് അറിയട്ടെ എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. അപ്പോൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ചെറിയ ബോട്ടിലൊക്കെ ആദ്യം വന്ന് മേടിക്കുന്നവർ പിന്നീട് വലിയ ബോട്ടിൽസൊക്കെ മേടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഒരു 3 years ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത്രയും നാൾ ഇതുപോലെ സക്സസ് ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല റിസൾട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണെങ്കിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പം ഇതുവരെ നമ്മുടെ പൊന്നൂസ് ഹോം മെയ്ഡ് ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ട് ഇതിൻ്റെ 100 ml വാങ്ങി ഉപയോഗിച്ച് നിങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് നമ്മളെ അറിയിക്കണം. 100 ml മേടിച്ചവർ എങ്ങനെ പോയാലും വലിയ ബോട്ടിൽ വന്ന് പർച്ചേസ് ചെയ്യും. അതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഗുഡ്നെസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ, ചിലർക്ക് സ്മെല്ല് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ സ്മെല്ലൊക്കെ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ കാച്ചി തരുന്ന ഒരു ഓയിലില്ലേ, നാടൻ കാച്ചിയെണ്ണ, അതിൻ്റെ ഒരു സ്മെല്ലാണ് നമ്മൾ പഴയ ഓർമ്മകളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, മേടിച്ച് ഉപയോഗിച്ചാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ടൊന്ന് വാം ചെയ്ത് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് ഹോട്ട് ഓയിൽ മസാജ് പോലെ നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുളിക്കുന്ന സമയത്ത് നീരിറക്കമുള്ള പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അധിക നേരം വെച്ചിരിക്കേണ്ട. അതല്ലാത്തവർക്ക് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഏതെങ്കിലും ജെന്റിലായിട്ടുള്ള ഷാമ്പു വെച്ച് വാഷ് ഓഫ് ചെയ്ത് കളയുക. വീക്കിലി 3 times ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളൊരു ആത്മാർത്ഥമായിട്ട് 1 month യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് വിസിബിൾ ആയിട്ട് തന്നെ അറിയാൻ പറ്റും കേട്ടോ. മുടിയുടെ ടെക്സ്ചർ ഇമ്പ്രൂവ് ആവാനും ഹെയർ ഫോൾ കുറയാനും ഡാൻഡ്രഫ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ വളരെ നല്ലതാണ്. നല്ലൊരു ഹെൽത്തി ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് നമ്മുടെ പൊന്നൂസ് ഹോം മെയ്ഡ് ഹെയർ ഓയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓർഡർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയാലോ. നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, ഏറ്റവും ടോപ്പിൽ തന്നെ നമ്മുടെ ഓയിൽ ഉണ്ടാവും. ഇനി വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ അറിയാത്തവർക്ക് വാട്സപ്പിലും സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കാം. അടുത്ത ഫ്രോക്ക് നൈറ്റ് ഇതാണ്. ഇതും കോട്ടണിൽ തന്നെയാണ് വരുന്നത്. 46 inches ലെങ്ത്തിലാണ് വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത 3/4 സ്ലീവ് ആണ് കേട്ടോ. കുറേ പേര് ഇതുപോലെ 3/4 സ്ലീവ് ഉള്ള ഫ്രോക്ക് നൈറ്റി ചോദിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയാണ്. യോക്കിൽ ഒരു വൈറ്റ് കളർ കോട്ടൻ്റെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ വേറെ ഫീഡിങ് ഓപ്ഷൻ ഒന്നും ഇല്ല. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ഫീഡിങ് ഓപ്ഷൻ ഇല്ലാത്ത, അതായത് സിപ്ലെസ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റി, സിപ്പ് ഇല്ലാത്ത, ഫീഡിങ് ഓപ്ഷൻ ഇല്ലാത്ത ഫ്രോക്ക് നൈറ്റീസ് ആണ് കാണാൻ പോകുന്നത്. ഇതിലും നമുക്ക് വേസ്റ്റിൽ ബെൽറ്റ് അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് 3 കളേഴ്സാണ്. ഒന്ന് ഈ ഒരു ഗ്രീൻ കളർ അവൈലബിൾ ആണ്. അടുത്തത് ഈ ഒരു മെഹന്തി ഗ്രീൻ ആണ് കേട്ടോ ഇത് വരുന്നത്. ഒരു ബ്രൗൺ അല്ല, ആക്ച്വലി ഒരു ഡാർക്ക് മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. നമ്മുടെ ചാണകപ്പച്ച എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. അടുത്തത് നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആണ് കേട്ടോ. അപ്പം ഗ്രീനിൻ്റെ 3 ഷെയ്ഡ്സാണ് ഈ ഒരു ഫ്രോക്ക് നൈറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലോസർ വ്യൂ കണ്ടല്ലോ, വൈറ്റ് കളർ പ്രിൻറ്റിൽ ചെറിയ ഇങ്ങനെ പ്രിൻറ്റ് പോയിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നമുക്ക് വീട്ടിൽ വെയർ ചെയ്യാനായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫ്രോക്ക് നൈറ്റി ആണ്. അടുത്ത നമ്മുടെ ഫ്രോക്ക് നൈറ്റി വരുന്ന റഫിൾ സ്ലീവ് വരുന്ന ഫ്രോക്ക് നൈറ്റി ആണ്. സ്ക്വയർ നെക്കാണ് വന്നിട്ടുള്ളത്. ലൈറ്റ് കളർ ചാർട്ടിലാണ് ഈ ഒരു ഫ്രോക്ക് നൈറ്റി വന്നിട്ടുള്ളത്. ഇതിൻ്റെയും ലെങ്ത് വരുന്നത് 46 inch ആണ്. വേസ്റ്റിൽ ബെൽറ്റ് അവൈലബിൾ ആണ്.
പിന്നെ റഫിൾ സ്ലീവ് ആയതുകൊണ്ട് നമ്മൾ ഉള്ളിൽ ചെറിയ സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് അതെടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. അതല്ല റഫിൾ സ്ലീവ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇതും 399 തന്നെയാണ് പ്രൈസ് വരുന്നത്. നല്ല അടിപൊളി കോട്ടൺ ഫാബ്രിക് ആണ്. കോട്ടൺ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഫീൽ ചെയ്തിട്ട് തന്നെ പറയാം കേട്ടോ. അത്രയും കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റും. ഫ്രീ സൈസാണ്, മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് നോക്കിയാലോ. അപ്പോൾ ഞാൻ വേറെ ഇതേക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പിങ്ക് കളറാണ് കേട്ടോ ഇത് വരുന്നത്. പിങ്ക് ഷെയ്ഡാണ്. റഫിൾ സ്ലീവ് വരുന്നുണ്ട്. വേസ്റ്റിൽ ബെൽറ്റ് അവൈലബിൾ ആണ്. അകത്ത് സ്ലീവ് ഉള്ളിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യക്കാർക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളർ ഷെയ്ഡ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. ദിസ് ഇസ് പിങ്ക്. ഇതൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. 399 ഓൺലി. റഫിൾ സ്ലീവ് ആണ്. അപ്പോൾ വേണ്ട കളർ ഷെയ്ഡ്സ് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. സെയിം പാറ്റേൺ ആണ്. അടുത്തത് ലൈറ്റ് ബ്ലൂ. ലൈറ്റ് കളർ ചാർട്ടാണ് കേട്ടോ ഈ ഫ്രോക്ക് നൈറ്റിയിൽ വന്നിട്ടുള്ളത്. ലൈറ്റ് ബ്ലൂ ആണ്. ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. നമുക്കിതിൽ ഫൈനലി ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡും അവൈലബിൾ ആണ്. മസ്റ്റർഡ് യെല്ലോ ആണ് കേട്ടോ. വേണ്ട കളർ ഷെയ്ഡ്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. എല്ലാം കൂടെ ഒന്നിച്ച് എൻക്വയറി ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് പറയാം കേട്ടോ. അടുത്ത ഫ്രോക്ക് നൈറ്റി വരുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. നമ്മൾ നേരത്തെ ലൈറ്റ് ചാർട്ടിൽ കണ്ടപ്പം ഒറ്റ ഒരു എ ലൈൻ ആയിട്ടായിരുന്നു. താഴെ എക്സ്ട്രാ റഫിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും എ ലൈൻ ആയിട്ട് വന്നിട്ട് താഴെ എക്സ്ട്രാ റഫിൾസ് ഉണ്ട്. പക്ക ഒരു ഫ്രോക്ക് മോഡൽ തന്നെയാണ് വന്നേക്കുന്നത്. വേസ്റ്റിൽ ബെൽറ്റ് അവൈലബിൾ ആണ്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള റഫിൾ സ്ലീവ്സ് ഓൾസോ അവൈലബിൾ ആണ്. നല്ല വൈഡ് ആയിട്ടുള്ള സ്ക്വയർ നെക്ക് ഉണ്ട് കേട്ടോ. ഇതും ഫ്രീ സൈസ് തന്നെയാണ്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ യൂസബിൾ ആണ്. ഇതിൽ കുറേ അധികം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ്. ഒത്തിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ശ്രദ്ധിക്കുക. ഇതിലകത്ത് സ്ലീവ് വെച്ചിട്ടില്ല. നമ്മളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി കയ്യിൽ കിട്ടിയിട്ട് സ്ലീവ് ഇല്ലല്ലോ എന്ന് പറയരുത് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഒരു ഫ്രോക്കായിട്ട് റഫിൾ സ്ലീവ് വരുന്ന ഒരു ഫ്രോക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി കളേഴ്സ് കാണാം. ഇത് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. പ്രിൻറ്റിൻ്റെ ക്ലോസർ വ്യൂ കാണണം. ഇതാണ് പ്രിൻറ്റിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത്. നല്ല രസമുള്ളൊരു പ്രിൻ്റാണ്. കുറേ കളേഴ്സ് ഉണ്ട്. വേഗം വേഗം കാണാം കേട്ടോ. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു രാമ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. സഫേ ഗ്രീൻ, രാമ ഗ്രീൻ എന്നൊക്കെ പറയില്ലേ. സെയിം പാറ്റേൺ ആണ്. റഫിൾ സ്ലീവ് ആണ് വരുന്നത്. ഫ്രോക്ക് മോഡൽ ഈ സെയിം പാറ്റേൺ ആണ്. കളർ ചേഞ്ചസ് ആണ് കാണുന്നത്. സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. രാമ ഗ്രീൻ. ഇതൊരു ഇങ്ക് ബ്ലൂ ഷെയ്ഡാണ്. നേവി ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, അത്രയും ഡാർക്ക് അല്ല. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇങ്ക് ബ്ലൂ ഷെയ്ഡാണ്. വേണ്ട കളേഴ്സ് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. അടുത്തതൊരു പർപ്പിൾ പിങ്ക് ആണ് കേട്ടോ ഇത് വരുന്നത്. ഒരു പർപ്പിളിഷ് പിങ്ക് ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. അടുത്തത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിനൊക്കെ അടിയായിരിക്കും കേട്ടോ. ഭയങ്കര രസമാണ് ബ്ലാക്ക്. 399 ഓൺലി. അടുത്തത് ടീൽ ബ്ലൂ ആണ്. 399 ഓൺലി. ടീൽ ബ്ലൂ. അടുത്തത് വരുന്നത് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമുക്കിത് ഇട്ടിട്ട് അത്യാവശ്യം പുറത്തേക്കും കൂടെ പോകാൻ പറ്റും. അതുപോലെയുള്ള പ്രിൻ്റാണ്. നൈറ്റി ആണെന്നൊന്നും ഒറ്റ നോട്ടത്തിൽ പറയില്ല. അടുത്തത് വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. ഒരു ഗ്രാം ഗ്രീൻ ആണ് കേട്ടോ ഇത് വരുന്നത്. ചെറുപയർ പച്ച. ഇതൊരു വയലറ്റ് പോലത്തെ ഒരു പർപ്പിൾ ഷെയ്ഡാണ്. പക്ക വയലറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ഒരു പർപ്പിളിഷ് പിങ്കും ഉണ്ട്. ഇതൊരു വയലറ്റ് പോലത്തെ പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. നെക്സ്റ്റ് ഇത് വരുന്നത് ഒരു ബ്രിക്ക് ബ്രൗൺ. ഒരു ബ്രിക്ക് ഷെയ്ഡ് ഓൾസോ അവൈലബിൾ ആണ്. ഇത്രയും കളേഴ്സ് നമുക്ക് ഈ ഒരു ഫ്രോക്കിൽ അവൈലബിൾ ആണ്. 399 ഓൺലി. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഫ്രോക്ക് നൈറ്റി കളക്ഷൻ ഇന്നത്തെ വീഡിയോയിലെ. ക്ലൈമാക്സ് നമ്മൾ മോശമാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ എല്ലാ കളറിലും ഓരോ പീസ് വെച്ചെടുത്താലും വെർത്താണ് കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതും നല്ല അടിപൊളി കോട്ടണിലാണ്. ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ സൈസുകാർ, അതായത് മീഡിയം ലാർജ് യൂസ് ചെയ്യുന്നവർ സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാൻ ഇപ്പോൾ സ്ലീവ് ഷേപ്പ് ചെയ്തിട്ടാട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി കണ്ടില്ലേ. കുറച്ച് ലൂസ് ഫിറ്റ് ആയിരിക്കും. എക്സൽ ഡബിൾ എക്സലാർക്ക് ഓക്കെ ആയിരിക്കും കേട്ടോ. യോക്കിലൊരു വൈറ്റ് ഹെക്കോബ കോട്ടൻ്റെ പാച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഭയങ്കര രസമാണ്. അപ്പോൾ വേഗം ഓർഡർ ചെയ്യുക കേട്ടോ. ഇതിന് ഭയങ്കര ഡിമാൻഡായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ടോപ്പ് പോലെയും കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. പ്രത്യേകിച്ചും ഈ ഒരു സമ്മർ സീസണിൽ നമുക്ക് വേറെ ഫാബ്രിക് ഒന്നും എടുത്തിടാനേ തോന്നില്ല. നമ്മുടെ കയ്യിലുണ്ടാവും കുറേ കളക്ഷൻസ്. പക്ഷെ കൈ പോകുന്നത് കോട്ടണിലേക്കായിരിക്കും. അത്രയും ചൂടാണ്. സോ ഞാൻ പറയുന്നു സൂപ്പർ കംഫർട്ടബിൾ ആണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. 46 ഇഞ്ചസ് ലെങ്ത് തന്നെയാണ് ഇതിലും വരുന്നത്. സ്ലീവ് വരുന്നത് ചെറിയൊരു എൽബോ സ്ലീവാണ്. ഇത്രയും ലെങ്ത്താണ് സ്ലീവിന് വരുന്നത്. അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ. ഇതിലും നമുക്ക് വേസ്റ്റിൽ ബെൽറ്റ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡ്സ് വരുന്നത് ഫസ്റ്റ് നേവി ബ്ലൂ. അടുത്ത ഷെയ്ഡ് നല്ലൊരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. റെഡ് എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയൊരു റെഡാണ്. കണ്ണിലങ്ങനെ എടുത്ത് കാണുന്ന അങ്ങനത്തെ റെഡ് അല്ല കേട്ടോ. നല്ല വീഡിയോയിൽ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഒതുങ്ങിയൊരു റെഡാണ്. ഈക്വലി ബ്യൂട്ടിഫുൾ ലൈക്ക് ഈ ഒരു നേവി ബ്ലൂ. ആൻഡ് അടുത്തത് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് കേട്ടോ. ബ്ലാക്ക് പോലെ തോന്നുന്ന അത്രയും ഡാർക്കായിട്ടൊരു കോഫി ബ്രൗൺ ആണ് ഈ ഒരു ഷെയ്ഡ്.
ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ലുക്കാണ്. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എങ്ങനെ ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലുക്കാണ്. കളർ ഷെയ്ഡ്സ് കാണിച്ചു തരുന്നതേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് ഇത് വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ 4 ഷെയ്ഡ്സാണ് ഇതിൽ വരുന്നത്. മെറൂൺ, നേവി ബ്ലൂ, റെഡ് ഉണ്ട് ആൻഡ് ഡാർക്ക് കോഫി ബ്രൗൺ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രോക്ക് നൈറ്റി കളക്ഷൻസ്. വേഗം തന്നെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക, വെബ്സൈറ്റിൽ ഉണ്ടാവില്ല. എപ്പോഴും പറയുന്ന പോലെ ഇത്രയൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ്. ഈ ഐറ്റംസ് ഒക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് പാക്കറ്റ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുത്ത് വയ്ക്കുക. പാക്കറ്റ് കട്ട് ചെയ്യുന്നത് തൊട്ട് തന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഐറ്റം ചെക്ക് ചെയ്യുന്ന ഒരു 1 മിനിറ്റ് വീഡിയോ ഓർ 2 മിനിറ്റ് വീഡിയോ നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അയച്ചു തരാം. എന്തെങ്കിലും ഇഷ്യൂസ് ലൈക്ക് റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മസ്റ്റാണ്, കമ്പൽസറി ആണ്. അതില്ലാതെ നമുക്ക് റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് ഇല്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും അത് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സജഷൻസ് ഒക്കെ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ കമന്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി കളക്ഷൻ ആയിട്ട് വരാം. അതുവരെ ഇറ്റ്സ് മീ അഖില സൈനിങ് ഓഫ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ സബ്സ്ക്രൈബ്. ടാറ്റ ബൈ ബൈ. താങ്ക് യു.